എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. പബ്ലിക് പ്ലേസിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ വലിയൊരു കൊതിയാ. ആ ചലഞ്ച് ഏറ്റെടുത്താലോ? തന്നെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോ? ദേ മര്യാദക്ക് അവിടെ വല്ലയിടത്തും കിടന്നോ, ഇല്ലെങ്കിൽ എടുത്ത് ചവിട്ടി പുറത്തിട്ട് ഞാൻ. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ തുണി അയച്ചാടുന്ന പെൺകുട്ടികളുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരികയാണ് സുഹൃത്തുക്കൾ. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. പർപ്പിൾ ചേച്ചിക്കും തുമ്പി ചേച്ചിക്കും ഒക്കെ ആയി പുതിയൊരു പിൻഗാമി കൂടി എത്തിക്കഴിഞ്ഞു. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതങ്ങനെ നിന്റെ തലയിലാവണം. പിന്നെ നീ കയറിയേക്കോ. അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇപ്പൊ ആൾക്ക് എന്റെ വക ഒരു മൈലേജ് കിട്ടണ്ട. പക്ഷെ ഞാൻ പറയാതെ തന്നെ കുറെ ആളുകൾക്ക് ഈ പുതിയ ആളെ മനസ്സിലായിട്ടുണ്ടാകും. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് പെണ്ണിന്റെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. ആഭാസം എന്നൊക്കെ വിളിക്കേണ്ടി വരും. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? നിങ്ങൾ തന്നെ കണ്ട് അനുഭവിച്ചോളൂ. ചില വീഡിയോസ് കണ്ടു നോക്കാം. എന്ത് ജന്തുക്കളത്? ഒരു സ്വകാര്യം പറയട്ടെ, പാല് കുടിക്കുന്നതേ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. ബൈ. അത്രക്ക് ഇഷ്ടമാണെങ്കിൽ വല്ല പശുവിനെ കല്യാണം കഴിക്കും വേണേ. എന്നാ പിന്നെ ഇഷ്ടംപോലെ പാലും കിട്ടും. സൈഡ് ഡിഷ് ആയിട്ട് നല്ല ചൂടുള്ള ഗോമൂത്രവും കിട്ടും, ചാണകവും കിട്ടും. നിന്റെ പാലുകടി അങ്ങോട്ട് തീരട്ടെ. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. അവൾക്ക് പാല് കുടിക്കാൻ വലിയ ഇഷ്ടമാണ് പോലും. അത്രക്ക് ഇഷ്ടമാണെങ്കിൽ പോയി കുടിച്ചാ പോരെ. ഇങ്ങനെ ക്യൂട്ട്നെസ് ഇട്ട് തൂറി മെഴുകി ബാക്കിയുള്ളവരും കൂടി കാണിക്കണം. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. പിടിച്ചേ. അതെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ഊരാ സഹായിക്കും. അതുകൊണ്ട് ഇപ്പൊ എന്താ? പിന്നെ എന്നാന്നേ കഴിഞ്ഞു ഇടാൻ സഹായിക്കാത്തെ? കമന്റിൽ പറയോ? ബൈ. ഇല്ല, സൗകര്യമില്ല. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? എന്തൊക്കെ സംശയങ്ങളാണ് ഈ പെണ്ണിന്. എന്തൊക്കെ അറിയണം അവൾക്ക്. വല്ലാത്ത കഴപ്പന്നെ കേട്ടോ. പറ്റത്തുള്ളൂ. ബാക്കി പറഞ്ഞാലും ഒരു കടങ്കഥ പറയട്ടെ. എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ ആൽഫി ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും. നുണഞ്ഞു കഴിക്കുന്നതിനെ ഐസ്ക്രീമിന് 2ാം സ്ഥാനം, അപ്പൊ 1ാം സ്ഥാനം എന്തിനാ? കമന്റിൽ പറയണേ. ബൈ. നാറ്റ കേസ്. തൽക്കാലം ആരോടും പറയണ്ട. ഇതാണോ കടങ്കഥ? എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഉത്തരം പറഞ്ഞേക്കാം. 1ാം സ്ഥാനം ആർക്കാണെന്നല്ലേ? കോലുമുട്ടായി. അതിപ്പോ ആർക്കാണ് അറിയാത്തത്? പണ്ട് ആൽഫലിബയുടെ ഒരു കോലുമുട്ടായി ഉണ്ടായിരുന്നു മോളെ. 1.5 കോലുമുട്ടായി ആയിരുന്നു. അതിങ്ങനെ നൊണിഞ്ഞ് കഴിക്കുമ്പോ സ്വർഗം. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. പക്ഷെ നീ ഉദ്ദേശിച്ചത് വേറെ കോലുമുട്ടായി ആണെന്ന് അറിയാം. നിനക്കൊക്കെ അതെല്ലാം അറിയൂ. അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണല്ലോ നീ ഇങ്ങനെ ചോദ്യം ചോദിച്ചത് തന്നെ. അബദ്ധത്തിലല്ല, മനഃപൂർവ്വം. ഹായ്, ഞാൻ നിങ്ങളുടെ അപർണയാണേ. അതെ, ഞാൻ ഇന്നൊരു ചലഞ്ച് ചെയ്യാൻ പോവാ. വീണ്ടും നിങ്ങളോ? നോക്കിയാലോ? പബ്ലിക് പ്ലേസിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ വലിയൊരു കൊതിയാ. ആ ചലഞ്ച് ഏറ്റെടുത്താലോ? നോക്കാം. എന്തൊക്കെ ചലഞ്ചുകളാണല്ലേ. പബ്ലിക് പ്ലേസിൽ ഷെട്ടി ഉരുന്നു, മൂത്രം ഒഴിക്കുന്നു. ഇനി തീട്ടൻ ചലഞ്ച് എപ്പോഴാണാവോ വരാ? ഇവർക്കൊക്കെ പറ്റിയ ചലഞ്ച് അതാണ്. എന്തോന്നടേ ഇതൊക്കെ ചലഞ്ച് എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് വിളി കാണിച്ചു കൂട്ടുന്നത്? കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെയൊക്കെ അധപ്പതിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പണത്തിനോട് ആർത്തി തോന്നുമ്പോ മനുഷ്യന് ബുദ്ധിഭ്രമം സംഭവിക്കും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.